7 വടക്കൻ ജില്ലകളിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കണ്ണൂരിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. നേരെ വയനാട്ടിലേക്കാണ് ഇനിയും പോകുന്നത്. വയനാട്ടിൽ മികച്ച പോളിംഗ് ആണ് രാവിലെ മുതൽ തന്നെ രേഖപ്പെടുത്തുന്നത്. 7 മണി മുതൽ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ സ്ത്രീകൾ ഉൾപ്പെടെ ധാരാളം വോട്ടർമാർ അവിടേക്ക് എത്തുന്നുണ്ട്. അതിനിടയിൽ ക്രിക്കറ്റ് താരം സഞ്ജന സഞ്ജീവൻ മാനന്തവാടിയിലെ UP സ്കൂളിൽ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മുംബൈ ഇന്ത്യൻസിന്റെ ക്യാമ്പിൽ നിന്നാണ് സഞ്ജന എത്തി വോട്ട് ചെയ്തത്. നേരത്തെ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വോട്ടിംഗ് യന്ത്രം കംപ്ലൈൻ്റ് ആയി എന്നത് സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ടായിരുന്നു. അർജുനാണ് അവിടെ നിന്നും ചേരുന്നത്. അർജുൻ, വയനാട് പല സ്ഥലങ്ങളിലായി വോട്ടിംഗ് മെഷീൻ്റെ കംപ്ലൈൻറ്റ് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ വന്നിരുന്നു. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ കൃത്യമായിട്ട് എല്ലായിടത്തും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടോ? ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീന് തകരാറുണ്ടായത്. പിന്നീട് പുതിയ വോട്ടിംഗ് മെഷീൻ അവിടെ എത്തിക്കുകയായിരുന്നു. തുടർന്ന് ഈ പോളിംഗ് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ വോട്ടിംഗ് മെഷീന്റെ ഒരു തകരാറല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിക്കറ്റ് താരം സജന സജീവൻ, അത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം സജന സജീവൻ മാനന്തവാടി UP സ്കൂളിൽ എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കുടുംബമടക്കം എത്തിയാണ് അവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മികച്ച പോളിംഗ് ആണ് വയനാട്ടിലുള്ളത്. 26% പോളിംഗ് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് PRDയിൽ നിന്ന് നമുക്ക് വരുന്ന കണക്ക്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് 26% എന്ന് പറയുന്നത് വലിയ മികച്ച ഒരു പോളിംഗ് ശതമാനം തന്നെയാണ്. ഇത് കൃത്യമായി വ്യക്തമാക്കുന്നത് NDAക്ക് വലിയ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉയർന്നു വരുന്നത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, പോളിംഗ് ശതമാനം കൂടുകയാണെങ്കിൽ അത് NDAക്ക് പൊതുവെ ഒരു വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം കൂടുതലുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കണക്കുകൂട്ടൽ നേരത്തെ തന്നെ BJP ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് വലത് മുന്നണികൾക്ക് ആശങ്കയാകുന്നതും ഇത്തവണത്തെ NDAയുടെ മികച്ച പ്രകടനമാണ്. അല്ലെങ്കിൽ ഈ ഒരു പ്രചാരണ കാലഘട്ടത്തിൽ തന്നെ, പ്രചാരണ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം കാഴ്ചവെക്കാൻ, വലിയ രീതിയിൽ ജനമനസ്സുകളെ കീഴടക്കുവാൻ ഇത്തരത്തിൽ ഈ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ആശങ്ക മറ്റ് മുന്നണികൾക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിൽ വയനാട്ടിൽ വലിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്ന ആ സമയമാണ്. പഴയ DCC പ്രസിഡന്റിനെ മാറ്റുന്നു, പുതിയ DCC പ്രസിഡന്റ് വരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. NM വിജയന്റെ ആത്മഹത്യ, അതായത് മുൻ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യ, അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ കോൺഗ്രസിനെ വലിയ രീതിയിലേക്ക് വിഷമത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല പുൽപ്പള്ളിയിലടക്കം ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ പടലപ്പടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ തിരിച്ചടിയാകുമെന്നുള്ള ഒരു ഭയം കോൺഗ്രസിനുണ്ട്. അർജുൻ, എന്തായാലും വളരെ സമാധാനപരമായി വയനാട്ടിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. മികച്ച പോളിംഗ് വയനാട് ജില്ലയിൽ രേഖപ്പെടുത്തുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ക്രിക്കറ്റ് താരം സജന വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ആ പ്രതികരണത്തിലേക്ക്. വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാമ്പിലാണ് ഉണ്ടായിരുന്നത്. സോ ഒരു പൗരൻ്റെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു അവകാശം നിങ്ങൾ വിനിയോഗിക്കുക. ഒരു പാർട്ടീൻ്റെ ബേസ് ഇല്ലാണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ചെയ്യേണ്ടത്. ബട്ട് എന്നിരുന്നാലും നിങ്ങളുടെ ആ ഒരു സമ്മതിദാനം നിങ്ങൾ തീർച്ചയായിട്ടും വിനിയോഗിക്കുക.